മലയാളി വാർത്ത ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴയിൽ ബി.ജെ.പിയുടെ പെൺപുലിയോടൊപ്പമാണ്. ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ഒരു കൂടുമാറ്റം എങ്ങനെ കാണുന്നു? ഈ ഒരു വിജയം അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു വിജയത്തെ അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിനെ? ആറ്റിങ്ങലിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മാത്രമല്ല, പാലക്കാട് പാർലമെന്റിൽ മത്സരിച്ചു, പാലക്കാട് അസംബ്ലിയിൽ മത്സരിച്ചു, 2ാം സ്ഥാനത്ത് വന്നു. തൃശ്ശൂരില് 2004 അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രി മുരളീധരനെതിരായിട്ട് ബൈ ഇലക്ഷനിൽ മത്സരിച്ചു. അവിടെ മന്ത്രി മൊയ്തീന്റെ നാടായിരുന്നു. പുതുക്കാട് KP വിശ്വനാഥൻ സാറിനോടൊപ്പം മത്സരിച്ചു. അവിടെ രവീന്ദ്രനാഥ് അദ്ദേഹം പിന്നീട് മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ രവീന്ദ്രൻ മാസ്റ്റർ. അതുപോലെ എറണാകുളത്ത് മത്സരിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ പാലോളി മുഹമ്മദ് കുട്ടി സാറിനോടൊപ്പം മത്സരിച്ചു. പിന്നീട് നമ്മള് 9 തെരഞ്ഞെടുപ്പായി. 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, 6 അസംബ്ലി തെരഞ്ഞെടുപ്പ്, അതിൽ 2 ബൈ ഇലക്ഷൻ അസംബ്ലി. അപ്പോ കേരളത്തിലെ ആകമാനം വയനാടും കണ്ണൂരും ഇടുക്കിയും അങ്ങനെ ചില ജില്ലകൾ ഒഴിച്ചാൽ ഇതിപ്പോ 6ാമത്തെ ജില്ലയിലാണ് മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജില്ല മാറുന്നു അല്ലെങ്കിൽ മണ്ഡലം മാറുന്നു എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എന്താ പറയാ, എല്ലാവർക്കും അറിയാലോ. കേരളത്തില് 2 തവണ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2004 പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോഴത്തെ ഗോവ ഗവർണർ അദ്ദേഹമാണ്. ചെറിയ പ്രായത്തിൽ ഉള്ള സമയത്ത് തന്നെ ഒരു താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരാള് പാർട്ടിയുടെ സംസ്ഥാനത്തിന്റെ ഒരു ചുമതല നൽകി. അതിനു മുൻപ് യുവമോർച്ചയിലും മഹിളാ മോർച്ചയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രവർത്തിച്ച കാലഘട്ടത്തിലെല്ലാം ഞാൻ ഓർക്കുന്നത്, ബസ്സിൽ കയറിയിട്ട് പൊതുയോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി കണ്ണൂർ പോവും. ബസ്സിൽ കയറി തന്നെ മറ്റൊരു ജില്ലയിലേക്ക്, ആലപ്പുഴയിലേക്കും. അന്നൊക്കെ ഇവിടെ ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് ഈ സോമൻ ചേട്ടനുള്ള സമയത്ത് എത്രയോ പൊതുയോഗങ്ങളില് അവിടുന്ന് ബസ് കയറി വരും. പിന്നീട് അത് കാറായിട്ട് മാറി. പിന്നെ യാത്രാ സൗകര്യങ്ങൾ കൂടി. കാരണം പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാനും പാർട്ടിയുടെ പ്രവർത്തനത്തിന് എന്താ പറയാ സഹായം ചെയ്യാനും ഒക്കെ ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോ ഞങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കങ്ങനെ ഒരു പ്രദേശം മാറുന്നു എന്നുള്ളതല്ല. ആലപ്പുഴയിൽ ഞാൻ കാണുന്നത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഇന്നുവരെ മത്സരിച്ചിട്ടുള്ളത് 1 ലക്ഷത്തിൽ താഴെ വോട്ടുള്ള സ്ഥലത്താണ്. അപ്പോ പാലക്കാട് നമ്മൾ മത്സരിച്ച 60,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. അത് നേരെ ഇരട്ടിയാക്കാനായിട്ട് നമ്മുടെ പ്രവർത്തകർക്ക്, പാർട്ടിയുടെ എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ അവിടെ സാധിച്ചു. അപ്പൊ അതൊരു കുറഞ്ഞ ഒരു മണ്ഡലത്തിനെ, വോട്ട് കുറഞ്ഞൊരു മണ്ഡലത്തിനെ A+ കാറ്റഗറിയിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിച്ചു. അതെനിക്ക് സന്തോഷം. അത് കഴിഞ്ഞ് പിന്നീട് ബാക്കി 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെ വോട്ടുള്ള മണ്ഡലങ്ങളുടെ കൂട്ടത്തിലേക്ക് ആറ്റിങ്ങലിൽ ചെല്ലുമ്പോൾ 90,000 ആയിരുന്നു. അത് 248 650 അപ്പൊ 2 ഇരട്ടിയിലധികം വരുന്ന വോട്ട് നമുക്ക് ആറ്റിങ്ങലിലെ ജനങ്ങൾ നൽകി. അത് കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി 10 വർഷക്കാലമായിട്ട് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങളെ അതിനെ എതിർക്കാനായിട്ട് മാത്രം നമ്മുടെ ഭാരതത്തിന്റെ രാജ്യസഭയിലും ലോക്സഭയിലുമുള്ള വിരലിലെണ്ണാവുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൊണ്ട് ഇത് ചെയ്യണം, ഇത് ചെയ്യണ്ട, അങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിപ്പിക്കുകയും, ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള, അഖിലേഷ് യാദവിനെ പോലെയുള്ള അഖിലേന്ത്യാ തലത്തില് നമ്മുടെ ശരത് പവാറിനെ പോലെയുള്ള അങ്ങനെ അപൂർവം ചില വ്യക്തിത്വങ്ങൾ, അവരെന്താണ്, കുടുംബം മൊത്തം അഴിമതി നടത്തണം, അതാണ് അവരുടെ ടാർഗറ്റ്. അല്ലാതെ രാജ്യം നന്നാവണമെന്നോ സംസ്ഥാനം നന്നാവണമെന്നോ അതിനുവേണ്ടി മാതൃക ആവണമെന്നോ ഒന്നുമല്ല. അവർ അഴിമതിയുടെ കറപുരണ്ട ആളുകൾ, അവരെല്ലാം ശേഖരിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആൾ, ശ്രീമാൻ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന ഒരാൾ, ശ്രീമാൻ KC വേണുഗോപാല് ആലപ്പുഴയിൽ വന്നപ്പോ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. ഞാൻ കഴക്കൂട്ടത്ത് പറഞ്ഞില്ലേ, കഴക്കൂട്ടത്ത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി എല്ലാ ഭക്തരെയും വേദനിപ്പിച്ച ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി, ആ വകുപ്പ് മന്ത്രിക്കെതിരെ മത്സരിക്കാൻ നമുക്ക് സാധിച്ചത് എനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു മറുപടി എന്നുള്ള രീതിയിൽ നമുക്കൊരു 2ാം സ്ഥാനം തന്നെ അവിടെ വരാനായിട്ട് സാധിച്ചു. അദ്ദേഹം ചെയ്ത ചെയ്തികളെല്ലാം നമുക്ക് ജനങ്ങളുടെ മുന്നിൽ പറയാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ 2 ലക്ഷത്തോളം വോട്ടുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണെങ്കിൽ, ആലപ്പുഴയിലെ സഹോദരി സഹോദരന്മാർ ആഗ്രഹിക്കുകയാണെങ്കിൽ ആ 2 ലക്ഷം 4 മാറിയാൽ പിന്നെ ഒരല്പം സ്വല്പം വോട്ടുകളൊക്കെ ഞങ്ങള് എല്ലാ പ്രവർത്തകരും എല്ലാവരും കൂടി പിടിച്ചിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോ ആ പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്ന ശോഭാ സുരേന്ദ്രൻ പോയാൽ നല്ലതല്ലേ? അപ്പോ അങ്ങനെ പോകുന്നതിന്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ തൃശ്ശൂരിൽ നിന്നും ഒക്കെ വലിയ മൂവ്മെന്റ് എന്ന് നിങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ അവരോടൊപ്പം ഒരു സഹോദരിയായിട്ട് സ്ത്രീകൾ എന്തായാലും പാർലമെന്റിനകത്ത് വേണ്ടേ? അത് കേരളത്തിലെ ഏതു പാർട്ടിയിലെയും അമ്മമാർ ആഗ്രഹിക്കുന്നില്ലേ? അപ്പൊ വിരലിലുണ്ടാവുന്ന സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ICC വക്താവ് ഷമ മുഹമ്മദ് ഉൾപ്പെടെ പറയുന്നു കോൺഗ്രസിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് എന്നവർ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടും മുമ്പ് സുധാകരൻ പറഞ്ഞു അവരാരാണ് എന്ന് ചോദിക്കുന്നു. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വരുന്നു. അപ്പോ കോൺഗ്രസിന്റെ ഒരു അടിത്തറ ഇത് ഇളകി തുടങ്ങി എന്നുള്ളതാണോ അതോ ഇളകി കഴിഞ്ഞു എന്നുള്ളതാണോ?
അല്ല, കോൺഗ്രസിന്റെ അടിത്തറ എന്നേ ഇളകി കഴിഞ്ഞു. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കോൺഗ്രസ് ഞങ്ങൾ ഇപ്പോഴും ശക്തമായിട്ട് നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി വിരലിലെണ്ണാവുന്ന സീറ്റുകൾ മാത്രം പാർലമെന്റിലേക്ക് കിട്ടിയിട്ടുള്ള രാഹുൽ ഗാന്ധി ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള കാപട്യം പ്രചരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങളുമായിട്ട് കോൺഗ്രസ് ചർച്ച ചെയ്തത്. പിന്നെ മാതൃക എന്ന് പറയുന്നത് കോൺഗ്രസിനകത്ത് ഇല്ലല്ലോ. കോൺഗ്രസിൽ ഒരു സ്ത്രീയെ പോലും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചില്ലല്ലോ. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഞങ്ങൾ ഭരിക്കാൻ പോകുന്ന രാജ്യഭരണകൂടത്തിന് BJP മുന്നോട്ട് പോകുമെന്നത് ആർക്കും അറിയാഞ്ഞിട്ടില്ല. 370-ലധികം വരുന്ന സീറ്റുകൾ മോദിജിക്ക് നോർത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട്, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നോർത്ത് ഇന്ത്യക്കകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് സൗത്ത് ഇന്ത്യയിൽ നിന്ന് എത്ര പേർ ഉണ്ടാകും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു വേളയിൽ തന്നെ 28 സ്ത്രീകളെയാണ് BJP ആദ്യ ലിസ്റ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ രണ്ടാമത്തെ ലിസ്റ്റ് വരികയാണ്. അപ്പൊ വലിയ ഒരു അന്യായമാണ് കോൺഗ്രസ് പാർട്ടി സ്ത്രീ സമൂഹത്തോട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ നമ്മുടെ ഗണേശൻ മന്ത്രി ഇടയ്ക്കിടയ്ക്ക് കാലുമാറിയാലും ചില സമയത്തൊക്കെ യാഥാർത്ഥ്യം തുറന്നു പറയുന്നുണ്ട്. മുണ്ടിനുള്ളിൽ 2 നേന്ത്രപ്പഴവും വെച്ചിട്ട് കരുണാകരന്റെ വീട്ടിലേക്ക് കയറിപ്പോയ KC വേണുഗോപാലിന്റെ ചരിത്രമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത് എല്ലാവരുടെയും മുന്നിൽ. എന്നിട്ട് അടുക്കളയിൽ നിന്ന് കരുണാകരൻ പഴം കൊടുത്തതുപോലെ പഴത്തിന്റെ തൊലിയുരിച്ച് അത് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പത്മജയെ ഞങ്ങൾക്ക് നൽകിയത് ശ്രീമാൻ KC വേണുഗോപാലിന്റെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് കഴിവുള്ളവരെയും പ്രാപ്തിയുള്ളവരെയും കഷ്ടപ്പെട്ടവരെയും അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ശ്രീമാൻ KC വേണുഗോപാലിനോട് തീർത്താൽ തീരാത്ത എന്താ പറയേണ്ടത്, ശ്രീമാൻ നരേന്ദ്രമോദിയുടെ പാർട്ടിയെ ഇത്ര കണ്ട് വളർത്തി തന്ന ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ കൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അന്യായം ചെയ്യിച്ച്, സോണിയാഗാന്ധിയെ കൊണ്ട് അന്യായം ചെയ്യിച്ച്, യഥാർത്ഥമായിട്ട് കഴിവും പ്രാപ്തിയുമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കുറെ പേരെ തരം താഴ്ത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള അർഹമായ അംഗീകാരങ്ങൾ കൊടുക്കാതെ ഈ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു വ്യക്തിയുമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നമുക്ക് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഒരുപാട് തിരക്കുകളുണ്ട്, അതുകൊണ്ട് നമുക്ക് ചോദ്യം ചുരുക്കാം. ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. പിണറായി വിജയൻ ഇരട്ടച്ചങ്കൻ എന്ന് പറയുമെങ്കിൽ അത് പ്രവൃത്തിയിലൂടെ തെളിയിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പ്രത്യേകിച്ച് മാസപ്പടി വിവാദമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കിയതൊക്കെ. പക്ഷെ ഈ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു ഭാഗത്ത് സിദ്ധാർത്ഥന്റെ മരണം, മറുഭാഗത്ത് ഇപ്പോ ഇന്നലെ മുതൽ CA വിവാദം. അപ്പോ ഇതിനിടയ്ക്ക് മാസപ്പടി വിവാദവും ഒരു വലിയ കുംഭകോണ കഥയും ഒക്കെ തിരഞ്ഞെടുപ്പിൽ അങ്ങ് മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ BJPക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് തന്നെ അതാണ്. എന്തിനാണ് ആ 1.72 കോടി രൂപ വാങ്ങിയത് എന്നുള്ളത്. ഇപ്പൊ അത് ഒരിടവും കേൾക്കാനില്ല. അത് മുങ്ങിപ്പോയ ഒരു അവസ്ഥയിലേക്കാണ്. എന്തുകൊണ്ട് അത് തിരഞ്ഞെടുപ്പിൽ പ്രചരണമായുധമാക്കാൻ BJP തയ്യാറാവുന്നില്ല? പലരും പറയുന്നത്, കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് CPM BJP ഒരു അന്തർധാരയുണ്ട്, അതാണ് മാസപ്പടി വിവാദം വിഴുങ്ങിയതെന്നൊക്കെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് പറയുന്ന കോൺഗ്രസിന്റെ സാധാരണക്കാരായിട്ടുള്ള ആലപ്പുഴയിലെ പ്രവർത്തകരോടും കേരളത്തിൽ ആകമാനമുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഈ കരിമണൽ കർത്തയെ കൊണ്ടുവന്നതാരാണ്, വളർത്തിയതാരാണ്? 2004 മുതൽ 2009 വരെ കേന്ദ്രത്തിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്ന ശിശ്രാം ഓല രാജസ്ഥാനിൽ നിന്നുള്ള മൈനിങ് മിനിസ്റ്റർ ആയിരുന്നു. ആ മൈനിങ് മിനിസ്റ്റർ എന്ന് പറയുന്നത് മേജർ ധാതുക്കൾ എവിടെയെല്ലാം മൈനിങ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അംഗീകാരം കൊടുക്കുന്ന മന്ത്രിയാണ് കേന്ദ്രത്തിലെ. ആ മന്ത്രിയുടെ കൂട്ടുകാരനായിരുന്നു ശ്രീമാൻ KC വേണുഗോപാൽ. ആ ശ്രീമാൻ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്തയെ ഇത്ര ഭീമനായിട്ട് വളർത്തിയത്. ഇവിടെ നിന്ന് 40,000 കോടി രൂപയുടെ കണക്ക് പറഞ്ഞത് കേവലം 4-4.5 കൊല്ലത്തിന്റെ കർത്തയുടെ കരിമണൽ വിറ്റതിന്റെ കണക്കാണ്. ഇത് കരിമണൽ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിചാരിക്കും ഇത് കുറച്ച് മണലല്ലേ. അല്ല, ഇത് ബ്രുസൈറ്റ് ആണ്, ഇത് സിർക്കോണിയമാണ്, ഇത് മോണോസൈറ്റ് ആണ്. ഇത് വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ വേർതിരിച്ചെടുത്തുകൊണ്ടാണ് ഇതിന്റെ വിൽപ്പന നടക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും വരുന്നുണ്ട്. ഇത് വെറുതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് 1.5 കോടിയും 2 കോടിയും കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കച്ചവടമല്ല ഇത് അന്താരാഷ്ട്ര തലത്തില് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ KC വേണുഗോപാലും ഈ ശിശ്രാം ഓലയും പാർട്ട്നേഴ്സ് ആയിരുന്നു. അദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടു, ഈ അടുത്തിടെ മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ലോക രാജ്യങ്ങളിൽ വലിയ ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഈ വേണുഗോപാൽ. അപ്പൊ അങ്ങനെയുള്ള ഈ വേണുഗോപാലിന് ഒരക്ഷരം കർത്തയുടെ കരിമണലിനെതിരായിട്ട് എപ്പോഴെങ്കിലും വേണുഗോപാൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ മുൻ MP ആരിഫ് കരിമണൽ കർത്ത ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ കേൾക്കാത്തതിന്റെ കാരണം ചക്കിട്ടപ്പാറയിലെ ഇരുമ്പയിരിനെ അതിനെ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് MSP കമ്പനിയുമായിട്ട് കരാർ ഒപ്പുവെച്ചത് എളമരം കരീമാണ്. ആ എളമരം കരീമിനെ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ തന്നെ തൊഴിലാളികൾ രംഗത്ത് വരികയും രേഖകൾ കിട്ടുകയും ചെയ്തതിനു ശേഷം വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ വിജിലൻസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവിടെ പോയി പൂത്തിവെച്ചില്ലേ?
വിജിലൻസ് അന്വേഷണം എവിടെയും കാണുന്നില്ല. കാരണം UDF എളമരം കരീമിനെ സഹായിക്കാൻ തീരുമാനിച്ചു. എളമരം കരീമിന്റെ ഡ്രൈവറെ ചോദ്യം ചെയ്തപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഞാൻ കൂടുതലൊന്നും കണ്ടില്ല, 2 ചാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു 2.5 കോടി കാറിന്റെ സീറ്റിനടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, എന്റെ കയ്യിലാണ് അത് തന്നത്. അപ്പോ അതെന്തോ ആവട്ടെ, ഡ്രൈവർ പറഞ്ഞ മൊഴിയുമില്ല, ചക്കിട്ടപ്പാറയിലെ ഖനനവുമില്ല, ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ ഇതിനെയും 2 കൂട്ടരും ചേർന്ന് പരസ്പരം സഹകരിച്ചു കൊടുത്തില്ല. അപ്പോ ഇത് 1.5 കോടിയുടെ കണക്കല്ല. കരിമണൽ കർത്തയെ കരുവന്നൂരിലെ, എന്റെ ജില്ലയിലെ, തൃശൂർ ജില്ലയിലെ പാവപ്പെട്ട സഹകരണ സംഘത്തില് പണം നിക്ഷേപിച്ചവരെ തോൽപ്പിച്ചുകൊണ്ട് അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവരുടെ കഴിവും പ്രാപ്തിയും പാവപ്പെട്ടവനെ കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ ഡൽഹിയിൽ കയറി ഇറങ്ങി ED കൊണ്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറയെ അന്വേഷണങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട് അതിന്റെയും ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആലപ്പുഴയിൽ കാലുകുത്തിയിട്ടുണ്ടെങ്കിൽ കരിമണൽ കർത്തയെയും പൂട്ടും. വീണയെ മാത്രമല്ല, രാജാവ് കർത്തയാണ്. രാജാവിന്റെ മുകളിലുള്ള രാജാവ് രാജസ്ഥാനിലെ പഴയ കേന്ദ്രമന്ത്രിയും ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്നു എന്നുള്ളതാണ്. ഈ കണക്കുകളെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളല്ല, BJP അല്ല, ഞങ്ങൾ എവിടെ ഭരിച്ചു? ഞങ്ങൾക്ക് MLA ഉണ്ടോ? ഞങ്ങൾക്ക് MP ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും വളർന്നു വന്ന് ജനങ്ങളുമായിട്ട് അവരുമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവരോട് വോട്ട് ചോദിക്കുന്നത്. അപ്പൊ വലിയൊരു മൂവ്മെന്റ് എന്നുള്ളത് ഇപ്പൊ എന്നെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല എന്ന് പറഞ്ഞത് എനിക്കൊരു ചെറിയ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു 25 ദിവസം റെസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ മൗനം എന്നൊന്നും കണക്കാക്കണ്ട. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരാളെയും കളവ് ചെയ്യാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കളവ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് ധരിക്കുന്ന വലിയ കോടീശ്വരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ്. അതിനൊക്കെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഉണ്ടാകും. ഒരൊറ്റ ചോദ്യം കൂടി, CA നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്ത് ഈ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയില്ലേ? അല്ല, മുഖ്യമന്ത്രി ആളുകളെ പറ്റിക്കുകയല്ലേ? 370-ാം വകുപ്പ് വന്നപ്പോഴും കേരളത്തിലെ പിണറായി വിജയനും അവരുടെ വകുപ്പ് മന്ത്രിമാരും ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാരെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, കാശ്മീരിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. കാശ്മീരിന് സ്വാതന്ത്ര്യം കിട്ടി, നമ്മുടെ ഭാരതത്തോട് ചേർന്നു. കാരണം പ്രത്യേകിച്ച് അവിടെ അവർക്ക് ഈ രാജ്യത്തിന്റെ താല്പര്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അവിടെ പെൺകുട്ടികൾ കോളേജിൽ പോകുന്നു, അവിടെ സിനിമാ തിയേറ്ററുകൾ തുറന്നിരിക്കുന്നു, അവിടെ ടൂറിസം വികസിച്ചിരിക്കുന്നു, അവിടെ തന്നെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു, അവിടെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നു, അവിടെ തന്നെ ലോകോത്തര മേഖലയിൽ നിന്ന് വലിയ മുതലാളിമാർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്നു. ആ കാശ്മീർ നന്നായി. അപ്പൊ അന്ന് പറഞ്ഞതെല്ലാം എന്തായി? ഇപ്പൊ പൗരത്വ നിയമം എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളെ ഇന്ത്യയിലെ ആരെങ്കിലും ഒരാളെ പുറത്താക്കാനുള്ള നിയമമല്ല ഇത്. ഇത് നമ്മുടെ രാജ്യത്ത് നിന്ന് അഭയാർത്ഥികളായിട്ട് പോയിട്ടുള്ള മറ്റു രാജ്യങ്ങളില് വളരെ ദുരിതവും ദുരന്തവും പീഡനവും അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ന്യൂനപക്ഷത്തെ, നമ്മുടെ നാടിന്റെ മക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പൗരത്വ നിയമമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യം എന്താണ്? അവരുടെ സഹോദരന്മാർ തിരിച്ചു വരികയാണ്. അതിനകത്ത് എന്താണ് പൗരത്വ നിയമം എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ, പരിശോധിക്കാതെ തന്ത്രപൂർവ്വം ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ നാട് എന്ന് പറയുന്നത് ജനങ്ങളുമായി സംബന്ധിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇവിടുത്തെ മുസൽമാനും സ്നേഹിക്കാൻ സാധിക്കും. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ഈ സമയത്തല്ലേ? കൈക്കൂലി കൊടുക്കാതെയല്ലേ ഹജ്ജിന് പോകുന്നത്? മുമ്പ് അതായിരുന്നില്ലല്ലോ സ്ഥിതി. ഇവിടെ ട്രാവൽ ഏജൻസികൾക്ക് കോടിക്കണക്കിന് രൂപ അവർക്ക് ഡൽഹിയിൽ കൊണ്ടുപോയി കൊടുത്താൽ സീറ്റുകൾ കിട്ടുമായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. നാട് വളരെയധികം മാറുകയും അഴിമതി തുടച്ചു നീക്കിക്കൊണ്ടുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത്. ആലപ്പുഴയിൽ ഇത്തവണ തീ പാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. KC വേണുഗോപാലും ആരിഫും ശോഭാ സുരേന്ദ്രനും ഒക്കെ കടുത്ത പോരാട്ടത്തിൽ തന്നെയാണ്. ആലപ്പുഴക്കാർ ആരോടൊപ്പം നിൽക്കും? അഴിമതി തുടച്ചു നീക്കാനുള്ളവരോടൊപ്പമാണോ, അതോ ഇനി അഴിമതി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരോടൊപ്പമാണോ എന്നൊക്കെയുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ കാണാൻ പറ്റൂ. എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും വിജയം ഉറപ്പിച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ക്യാമറമാൻ ഷാമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.